ഇതിൻ്റെ ഈ രണ്ട് ഭരണത്തെ മാറ്റി ഒരു മാറ്റം കൊണ്ടുവരണം, കേരളത്തിൽ തീർച്ചയായിട്ടും മാറ്റം വരും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു BJP നേതൃത്വം നൽകുന്ന ഒരു മുന്നണി കേരളത്തിൽ മുന്നോട്ട് പോയത്. അതിൻ്റെ നേതാക്കളുടെ ഒരു ആത്മവിശ്വാസം 20 സീറ്റെങ്കിലും കുറഞ്ഞത് നേടും, അതുപോലെ 25% വോട്ട് ഷെയർ നേടുമെന്നുള്ളതായിരുന്നു. ചിലരൊക്കെ ഏകദേശം 35 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 20 കണിശമാണ്, അത് അത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ്, 25%. പക്ഷേ ഫലം വന്നപ്പോഴോ 3 സീറ്റും ഏകദേശം 15%-ൽ താഴെ വോട്ട് ഷെയറുമാണ് ഈ മുന്നണിക്ക് ലഭിച്ചത്. BJPക്ക് അത് വലിയൊരു നേട്ടമാണോ എന്ന് ചോദിച്ചാൽ 2016-ൽ നേമത്ത് 10 വർഷം മുമ്പേ ഒരു സീറ്റ് MLA സീറ്റ് കിട്ടിയതാണ്. അന്ന് 16%-ഓളം വോട്ട് ഷെയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 10 വർഷത്തിന് ശേഷം 3 സീറ്റും അതുപോലെ 15% താഴെ വോട്ട് ഷെയറും എന്ന് പറയുന്നത് മുന്നോട്ടാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഈ ഇപ്രാവശ്യം നമ്മുടെ AK ആന്റണി പറഞ്ഞത് ഇവിടെ ഒരു സൈക്ലോണാണ് UDFന് അനുകൂലമായി, അല്ല UDF തരംഗമല്ല, ഒരു സൈക്ലോൺ പോലെ. അപ്പോൾ അത്രയും വലിയൊരു തരംഗത്തിൽ, സൈക്ലോണിൽ ഇത്രയെങ്കിലും BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും കേരള നേതൃത്വത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്.